മുല്ലപ്പെരിയാർ ഡാമും 3.5 കോടി ജനങ്ങളും അതിനിരട്ടി തർക്കങ്ങളും എന്ന വിഷയത്തിൽ ഹൈവേ എഞ്ചിനീയറിംഗ് ഡിവിഷനിലെ സീനിയർ സയന്റിസ്റ്റായ സുബിൻ ബാബു ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പാണ് അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഓരോ മഴ പെയ്യുമ്പോഴും ഭയത്തിന്റെ പരകോടിയിൽ വിറയ്ക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് വ്യക്തമായൊരു വിവരണം നൽകേണ്ടത് ആവശ്യമല്ലേ? അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഏതാണ്ട് 129 വർഷം മുൻപ് 1895 പണിയെടുപ്പിച്ചൊരു ഗ്രാവിറ്റി ഡാം വാർദ്ധക്യാവസ്ഥയിലും തലയെടുപ്പോടെ പശ്ചിമഘട്ടത്തിന്റെ വിരിമാറിൽ ഇടുക്കിയുടെ ഉയർന്ന മലനിരകളിൽ വിരിമാറ് കാണിച്ചു നിൽക്കുന്നു. സ്വന്തം വർദ്ധിത ഭാരത്താൽ വെള്ളത്തെ താങ്ങി നിർത്തുന്ന നിർമ്മിതിയാണ് ഗ്രാവിറ്റി ഡാം എന്ന നിർമ്മിതി. ചോദ്യം 1, ഈ ഡാം തകരാൻ സാധ്യതയുണ്ടോ? ഉത്തരം ലളിതമാണ്. നിങ്ങൾ മരണമില്ലാത്ത വ്യക്തിയാണോ? അല്ല. അത് തന്നെ ഉത്തരം. ഏത് എഞ്ചിനീയറിംഗ് നിർമ്മാണവും തകരില്ലെന്ന് അത് പഠിച്ച് പയറ്റി തെളിഞ്ഞ ഒരു എഞ്ചിനീയർക്കും പറയാനാകില്ല. പലതവണ ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്രയും വേഗം വേണ്ടത് ഡാം മോശം അവസ്ഥയിലേക്ക് പോകും മുമ്പ് ആവശ്യമെങ്കിൽ പുതിയത് നിർമ്മിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യുക. കാരണം വാട്ടർ ലോഡ് എന്നുള്ളത് അത്രയ്ക്ക് പ്രഹരശേഷിയുള്ളതാണ്. പെരിയാറിൽ മുല്ലപ്പെരിയാറിൽ തുടങ്ങി ഏതാണ്ട് 19ഓളം അണക്കെട്ടുകളുണ്ട്. ഇത്രയും കാലപ്പഴക്കമുള്ള നിർമ്മിതി നിലനിർത്താൻ അടികൂടുന്നത് ലോജിക്കൽ തിങ്കിങ് അല്ല. പെട്ടെന്നൊന്നും തകരില്ല, എന്നിരുന്നാലും ഒരിക്കലും തകരില്ല എന്നൊക്കെ പറയുന്നത് അമിത ആത്മവിശ്വാസമായി പോകും. റിയാക്റ്റീവ് മെത്തഡോളജി അല്ല ഇതുപോലുള്ളിടത്ത് വേണ്ടത്, പ്രോ ആക്റ്റീവ് മെത്തഡോളജി തിങ്കിങ് ആണ്. കാലപ്പഴക്കം ആവശ്യത്തിലധികമുള്ള ഇതുപോലെ ടൺ കണക്കിന് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു നിർമ്മിതി അതിന് നൽകാവുന്നതിലും അധികം ഗുണം നമുക്ക് പകർന്നു നൽകി കഴിഞ്ഞു. ഇനി അത് മാറ്റേണ്ടത് തന്നെ. ചോദ്യം 2, കേരളത്തിലെ ഡാമുകളുടെ പ്രശ്നം എന്താണ്? ഏതാണ്ട് 81 ഡാമുകൾ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിലുണ്ട്. ഇവയൊക്കെ തന്നെ ഒന്നിനു മുകളിൽ ഒന്നായി പടിപടിയായി നിൽക്കുന്നവയാണ്. കടലിൽ പതിക്കും മുൻപ് 100 കിലോമീറ്ററോ അതിനു മുകളിലോ ദൂരം വെള്ളം ഒഴുകേണ്ടതുണ്ട്. ഈ പ്രധാന നദികൾ പലതും ഇന്ന് വികസനത്താലും കയ്യേറ്റത്താലും ശുഷ്കിച്ച് നേർത്ത ചാലുകളായി ഒതുക്കപ്പെട്ട അവസ്ഥയാണ്. ഇത് ജനസാന്ദ്രത കൂടിയ സമതലങ്ങളിൽ വലിയ ആഘാതം, വെള്ളപ്പൊക്കം എന്ന രൂപത്തിൽ സംഹാരം നടത്താനിടയാക്കും. പല ഡാമും ഒരുമിച്ച് തുറന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മധ്യ കേരളം വെള്ളത്തിൽ മുങ്ങും. ഡാമുകളിലും പുഴകളിലും അടിഞ്ഞുകൂടുന്ന അവശിഷ്ടങ്ങളും മണ്ണും ചെളിയും സമയാസമയം ശാസ്ത്രീയമായി നീക്കപ്പെടുന്നില്ല എന്നുള്ളത് വലിയൊരാപത്താണ്. ചോദ്യം 3, വയനാട് ഉരുൾപൊട്ടിയത് കൊണ്ട് മുല്ലപ്പെരിയാർ പൊളിക്കേണ്ടതുണ്ടോ? വയനാട് ഉരുൾപൊട്ടിയത് കൊണ്ട് പൊളിക്കാനാണെങ്കിൽ 81 ഡാമും പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് അതല്ല പ്രശ്നം. ഒരു ഡാമിനും മുകളിൽ ഉരുൾപൊട്ടില്ലെന്ന് ഒരിക്കലും നമുക്ക് പറയാനും കഴിയില്ല. നമുക്ക് ചെയ്യാവുന്നത് കൃത്യമായ ഇവാക്യുവേഷൻ പ്ലാനുകൾ നിർമ്മിക്കുകയും അവ അടിയന്തര ഘട്ടങ്ങളിൽ നടപ്പാക്കാൻ വേണ്ട ചിട്ടയോടുകൂടിയ പദ്ധതികൾ പ്രാവർത്തികമാക്കി വെക്കുകയും ചെയ്യുക എന്നതാണ്. അതുപോലെ ഡാമുകളുമായി സംബന്ധിച്ച് ആപത്തു സാധ്യതകൾ വന്നാൽ വെള്ളം സുഗമമായി നിയന്ത്രിച്ച് ഒഴുക്കി അറബിക്കടലിലേക്ക് കളയാൻ പ്രാപ്തമാകും വിധം നിലവിലെ നദികൾ സിൽറ്റിംഗ്, എൻക്രോച്ച്മെന്റ് ഒക്കെ നീക്കി പ്രാപ്തമാക്കി വെക്കൽ, അവയുടെ കൃത്യമായ പരിപാലനം എന്നിവയൊക്കെയാണ്. ഇതിന് പ്രഥമ പ്രാധാന്യം നൽകിയേ മതിയാകൂ. ചോദ്യം 4, പ്രകൃതി നശിക്കുമോ? പ്രകൃതി നശിക്കുമെന്ന് ആരും പേടിക്കേണ്ട. അവനവന് തലമുറകൾ കൈമാറി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയെ കൂടി കരുതി പോകണമെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ പ്രകൃതി തന്നെ സമയാസമയങ്ങളിൽ സ്വയം ശുദ്ധീകരണം നടത്തിക്കോളും. പ്രകൃതി സ്വയം അതിനെ പുതുക്കും, നമ്മൾ നശിക്കും, അത്രയുള്ളൂ. ചോദ്യം 5, തുംഗഭദ്ര സ്പിൽവേ വിഷയം. അവിടെ സംഭവിച്ചത് ഒരു സ്പിൽവേ ഗേറ്റിന്റെ ചെയിൻ ലിങ്ക് പൊട്ടി എന്നുള്ളതാണ്. അല്ലാതെ പൊട്ടിയത് തുംഗഭദ്ര ഡാം അല്ല. അപ്പൊ ഇനി ചെയ്യാനുള്ളത് നിയന്ത്രിത അളവിൽ വെള്ളം തുറന്നുവിട്ട് സ്പിൽവേ ലെവലിൽ താഴെ വെള്ളം കുറച്ചു കൊണ്ടുവന്നിട്ട് ഒന്നേന്ന് എല്ലാ സ്പിൽവേ ലോക്കുകളും മെയിന്റനൻസ് ചെയ്ത് ശക്തിക്ഷമത ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ അവരവിടെ ചെയ്യുന്നത്. ചോദ്യം 6, വെള്ളത്തിന്റെ പവർ. മനസ്സിലാക്കാൻ സിമ്പിൾ ആണ്. ടാങ്കിൽ വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോ പൈപ്പിലൂടെ വെള്ളം പോയെന്ന് വെക്കുക. വെള്ളം പോയി തീരുമ്പോൾ പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു ടാപ്പ് സാവധാനം തുറക്കുക. കുറച്ച് വെള്ളം പോകുമ്പോൾ ടാപ്പ് നിർത്തുക. നിർത്തുന്നതും മുകളിലെ ഓവർഫ്ലോ പൈപ്പിൽ നിന്നും വെള്ളം കുതിച്ചു ചാടുന്നത് കാണാം. ഇതാണ് വാട്ടർ സർജിങ് അഥവാ വാട്ടർ ഹമ്മിങ് പവർ. ഒരു ചെറിയ ടാങ്കിലെ വെള്ളം ഒരു പൈപ്പിലെ വാൽവിന്റെ ചലനത്തിൽ ഇത്രയും സർജ് ഉണ്ടാക്കിയെങ്കിൽ ഒരു ഡാമിൽ ഒരു ഗേറ്റ് ഉണ്ടാക്കുന്ന സർജ് അല്ലെങ്കിൽ പെൻസ്റ്റോക്ക് ഉണ്ടാക്കുന്ന സർജ് എത്ര ഭീമാകാരമായിരിക്കും? വെള്ളത്തിന്റെ ഓളം മൂലമുണ്ടാകുന്ന ഹമേറിംഗ് പവർ തന്നെ വളരെ വലുതാണ്. ചോദ്യം 7, ഡാമുകൾ പൂർണ്ണമായി വാട്ടർ ലീക്ക് പ്രൂഫ് ആണോ? ഒരിക്കലും അല്ലേ അല്ല. എല്ലാ ഡാമുകൾക്കും ലീക്കുണ്ട്. മണിക്കൂറിൽ അവയിലൂടെ ഊർന്നു പോകുന്ന സീപേജ് ജലത്തിന്റെ അളവ് കൃത്യമായ മാപ്പനികൾ അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഓരോ മണിക്കൂറിലെയും ഡാമിന്റെ ലംബമായും തിരശ്ചീനമായുള്ള ചലനങ്ങൾ പെൻഡുലം കൃത്യമായി അളന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇടുക്കി ആർച്ച് ഡാമിൽ നിന്ന് നിലവിലെ കണക്ക് പ്രകാരം ഏതാണ്ട് 45 ലിറ്റർ വെള്ളമാണ് മണിക്കൂറിൽ ലീക്കായി പോകുന്നത്. ചോദ്യം 8,
ഡാമുകൾ ഇല്ലാത്തതാണോ നമുക്ക് നല്ലത്? ഡാമുകൾ ഇല്ലാത്ത അവസ്ഥ ചിന്തിക്കാൻ പ്രയാസമാണ്. കൃത്യമായി വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ, വരൾച്ചയെ തടയാൻ, ഊർജ ഉൽപാദനത്തിന്, കാർഷിക ആവശ്യങ്ങൾക്ക് എങ്ങനെ തുടങ്ങി ഡാമുകളുടെ ഉപകാരങ്ങൾ വളരെ വലുതാണ്. ചോദ്യം 9. മുല്ലപ്പെരിയാർ എന്താണ് അവസാനമായി പറയുന്നത്? 129 വർഷം വളരെയേറെ ഉപകാരിയായി പ്രവർത്തിച്ച നിർമ്മിതി. കാലപ്പഴക്കം അംഗീകരിച്ചേ മതിയാകൂ. പഴയ സുർക്കി മിശ്രിതം, പഴയ എഞ്ചിനീയറിംഗ് മികവ് ഒക്കെ ആയതുകൊണ്ടാണ് പലതവണ റിപ്പയർ ചെയ്തായാലും ഇതുവരെ നിന്നത്. കേരളം ജനസാന്ദ്രത വളരെ കൂടിയൊരു സംസ്ഥാനമാണ്. ചെറിയൊരു പ്രശ്നം പോലും വളരെ ജനങ്ങളുടെ ജീവന് ഹാനി ഉണ്ടാക്കുന്ന അളവിൽ ജനങ്ങളുള്ള സംസ്ഥാനമാണ്. പരിസ്ഥിതി അത്ര സുഖകരമായ അവസ്ഥയിൽ ഉള്ളിടത്തല്ല ആ ഡാമിന്റെ നിൽപ്പ്. 129 വർഷത്തെ എക്കൽ അതിനുള്ളിൽ അടിഞ്ഞു കിടപ്പുണ്ട്. താഴെത്തട്ടിൽ 18 ഡാമുകൾ നിലനിൽക്കുന്നുണ്ട്. പലതവണ ശക്തിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒത്തുനോക്കുമ്പോൾ പൊളിച്ച് പണിയുക തന്നെ വേണം. പൊളിയുമോ താങ്ങുമോ എന്നുള്ള ഡിബേറ്റിന്റെ ആവശ്യമേ ഉദിക്കുന്നില്ല. ഒരു മുഴ വളർന്നാൽ നീക്കം ചെയ്യാവുന്ന ഭാഗത്താണെങ്കിൽ എത്രയും വേഗം നീക്കം ചെയ്യുക. അല്ലാതെ ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ ആകും വരെ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. വി നീഡ് എ പ്രോആക്റ്റീവ് അപ്രോച്ച്. ചുരുക്കമായി പറഞ്ഞാൽ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. പൊട്ടുന്നത് വരെ നോക്കിയിരിക്കുന്നതും ബുദ്ധിയല്ല. അതിനു മുൻപ് കാലാവധി കഴിഞ്ഞ ഈ അണക്കെട്ടിനെ ഡീകമ്മീഷൻ ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല വഴി. ഒന്നോർത്താൽ ബ്രിട്ടീഷുകാർ പണിതിയ ഒരു സാധനത്തിന് മിനിമം ക്വാളിറ്റി ഉണ്ട്. ഇനി നമ്മുടെ സർക്കാർ പണിയാൻ പോകുന്ന ഡാമിന്റെ കാര്യത്തിലോ? ബാക്കി നിങ്ങൾ പൂരിപ്പിക്കൂ പ്രേക്ഷകരെ.